ഇനി നമുക്ക് അവിൽ മിൽക്കിൻ്റെ അളിയനെ ഉണ്ടാക്കാവേ. എന്നാൽ പിന്നെ പെട്ടെന്നൊരു ചട്ടി എടുത്ത് വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അവിൽ, അതിൻ്റെ കൂടോട്ട് 1 ടേബിൾ സ്പൂൺ ജാഗറി പൗഡർ അല്ലെങ്കിൽ അത് ശർക്കര ചിരണ്ടി ഇട്ടാലും മതി. പിന്നെ അതിനകത്തേക്ക് ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഏലയ്ക്ക, ഇതെല്ലാം കൂടിയിട്ട് വെള്ളം ഒരു തരി പോലും ചേർക്കരുത് കേട്ടോ. ഇങ്ങനെ തന്നെ വെച്ച് അതങ്ങ് ഫ്രൈ ആയി കിട്ടുവേ. പിന്നെ ഒരു കുഞ്ഞു ബൗളിലേക്ക് ഒരു അരമുറി റോബസ്റ്റ പഴം നന്നായിട്ട് മാഷ് ചെയ്ത് വെക്കുക. പിന്നെ ഒരു 10-12 പീനട്ട്സും ഒരു 4-5 കാഷ്യൂ നട്ട്സും പിന്നെ ആ ഫ്രൈ ചെയ്ത നമ്മുടെ അവലിൻ്റെ മിക്സും എല്ലാം കൂടെ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് 150 ml സ്കിംഡ് മിൽക്ക് ഒഴിച്ചാൽ മതിയാകുമേ. ഞാൻ 200 ml എടുത്തു, കുറച്ച് നീളം കൂടിപ്പോയി. അപ്പോൾ കുറച്ചുകൂടെ കുറുകിയിരിക്കാൻ കുറച്ചുകൂടെ പാല് കുറച്ചൊഴിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ 1 ടീസ്പൂൺ ചിയാ സീഡ് ഒന്ന് സോക്ക് ചെയ്താൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് സോക്ക് ചെയ്തപ്പോഴത്തേന് ഇത്രയായി വന്നു. അപ്പോൾ അതൊരു 1 ടേബിൾ സ്പൂണോളം കണ്ടു കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുമ്പോഴേ ഒരു 450 കാലറീസ് ആകും. അതുകൊണ്ട് ഇത് നമ്മൾ കഴിക്കുവാണെങ്കിൽ ഒരു മീലിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് കഴിക്കണം, അല്ലെങ്കിൽ അന്നത്തെ കാലറി ലിമിറ്റിൽ നിന്നുകൊണ്ട് കഴിക്കണം, അല്ലെങ്കിൽ ഒരു ഡെസേർട്ടായിട്ട് ഒരു ചെറിയ പോർഷൻ എടുക്കണം. എനിക്ക് ഡയറ്റ് ചെയ്യുന്ന സമയത്ത് അവൽ മിൽക്ക് കഴിക്കാൻ തോന്നുമ്പോൾ ഞാനിതൊക്കെയായിരുന്നു കേട്ടോ ഉണ്ടാക്കി കഴിക്കുന്നത്. എന്തായാലും ട്രൈ ചെയ്യേ.